ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാക്ക് നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ച് നൽകും. ചിലരിങ്ങനെ പറയും, നന്ദി ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണ്ടേ. ഒരാള് ഒരു വലിയ പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞ്, എനിക്കൊന്നുമില്ല, ഞാൻ ദരിദ്രനാണ്, ജീവിക്കാൻ ഒരു വകുപ്പില്ല. ഇങ്ങനെ അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒന്നുമില്ല കയ്യിൽ, നയാ പൈസ ഇല്ല, ഇങ്ങനെ പ്രയാസം പറയാൻ. ഇങ്ങനെ പ്രയാസങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ ആ പണ്ഡിതൻ ചോദിക്കാണ്, എന്നാ ശരി, ഞാൻ എനിക്ക് 1,00,000 രൂപ തരാം, നിന്റെ ശരീരത്തിലുള്ള കണ്ണ് എനിക്കൊന്ന് തരൂ, നിനക്ക് വലിയൊരു കൊട്ടാരം നിർമ്മിച്ചു തരാം, നിന്റെ 2 കൈകളും എനിക്കൊന്ന് തരാമോ, നിന്റെ കൈ മുറിച്ചിട്ട് എനിക്കൊണ്ട, നിനക്ക് വലിയ കൊട്ടാരം ഞാൻ പണിത് തരാം. അപ്പൊ അയാൾ പറയാം, ഇല്ല, അത് തന്നാൽ ഇപ്പൊ എങ്ങനെ? ഇത്രയും വലിയ വലിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അവയവങ്ങളും കൊണ്ടാ നീ നടക്കണേ, എന്നിട്ട് പറയണേ എന്റെ അടുത്തൊന്നുമില്ല. ഇത്രമേൽ അനുഗ്രഹം നിന്റെ മേത്തുണ്ടായിട്ട് അതിനൊന്നും നന്ദി ചെയ്യാതെ നീ ഇങ്ങനെ നടക്കാണ്, എനിക്കൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നാ മഹാൻ ചോദിക്കുകയാണ്. ആലോചിച്ച് നോക്കിയത്, നമ്മളെപ്പോഴും പറയണല്ലത്, ആരെങ്കിലും ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ഒന്നും കൊടുക്കാല്ല, ഉള്ളത് കൊടുക്കണം എന്ന് നമ്മളെ ശരീരത്തിൽ ഉണ്ട് എന്നാ പറഞ്ഞേ. നമ്മൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു സമ്പത്താണ് നമ്മൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഒന്നുമില്ല എന്ന് ഇനി പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ അള്ളാഹു ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് കണ്ണും കാലും കൈയും അവയവങ്ങളും ഒക്കെ. ഇതിനൊക്കെ നന്ദി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു എല്ലാം തന്നുകൊണ്ടിരിക്കും. അള്ളാഹു ഇങ്ങനെ ഏറ്റി തന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇല്ല എന്നുള്ള പരിഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ആശയമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. മനുഷ്യന്മാരോട് നന്ദി ഉണ്ടായെങ്കിലേ അള്ളാഹുവിനോട് നന്ദി ഉണ്ടാവുള്ളൂ എന്ന് ഹബീബായി തങ്ങൾ പഠിപ്പിച്ച് കാണാം. മല്ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്. ഒരു മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ അയാൾക്ക് നന്ദി ഉണ്ടാകൽ, നന്ദി ചെയ്യൽ, അത് ഓരോരുത്തർക്കും ബാധ്യതയാണ്. ശുക്റുൽ മുൻഇമി വാജിബുന്ന. ഒരാൾ നന്ദി ചെയ്താൽ അവനോട് നന്ദി പറയൽ അത് നിർബന്ധമാണ്. നമ്മള് മക്കൾക്ക് താങ്ക് യു എന്ന് ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സ്ഥാനത്ത് ജസാക്കുമുല്ലാഹു ഖൈർ എന്ന ആ ദുആ ആണ് ചെയ്തു കൊടുക്കേണ്ടത്. നന്ദിയായിട്ട് ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു എനിക്ക് ഖൈർ നൽകട്ടെ എന്നർത്ഥം വരുന്ന ആ ഒരു ദുആ ചെയ്തു കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കണമല്ലേ. എന്ത് നന്മ ഒരാൾ ചെയ്തെന്നാലും, ഒരു ചെറിയ നന്മ പോലും, നമ്മള് ഒതുണ്ടാക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്ത് ഒരു പാട്ട ഒരാൾ എടുത്തു തന്നാൽ പോലും ജസാക്കല്ലാഹു ഖൈർ, അതൊരു നന്ദി. നമുക്ക് അങ്ങോട്ടെല്ലാം പോകേണ്ട ആ സമയം അവിടെ കിട്ടിയല്ലോ. ഇന്നലേക്ക് ചെറിയ ഉപകാരം ചെയ്യുമ്പോഴേക്കും നന്ദിയുള്ളവനായെങ്കിൽ മാത്രമേ അള്ളാഹുവിന് മനുഷ്യൻ നന്ദിയുള്ളവനാവുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. മാത്രമല്ല, മുത്തുനബി സ്വഹാബത്തിനോട് എപ്പോഴും ദുആ ചെയ്യാൻ പറഞ്ഞൊരു ദുആ ഉണ്ട്. നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ചെല്ലുന്ന ദിക്റിൽ ആ ദുആ ഉണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദിക് എന്ന് പറയുന്ന ആ ദുആ, അത് എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആഇരിക്കണമെന്ന് ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് നിർദ്ദേശിച്ച ഒരു ദുആ ആണ്. നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദിക്. ഇനി വേറെ റിവായത്തിൽ വ തൗഫീഖി ത്വഅതിക വ ഈമാനിക് എന്നുകൂടിയുണ്ട്. അങ്ങനെ വേറെ റിവായത്തിൽ അങ്ങനെയുണ്ട്. ഏതായിരുന്നാലും ഈ ദിക്റ് പതിവാക്കണം. അതെന്തായാലും പറഞ്ഞതിന്റെ ആശയം നന്ദിയുള്ളവനാക്കണം എന്നുള്ള ദുആ ആണ്. നമ്മൾ നന്ദി ഉണ്ടാവണം, നന്ദിയുള്ള ഒരു അടിമയാവണം.